നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി. ലോകത്തിന് മുന്നിൽ തലയുയർത്തി പിടിക്കാൻ കഴിയുന്ന അഭിമാന മുഹൂർത്തം. കേരളം ഇന്നോളം കൈവരിച്ച മുന്നേറ്റങ്ങളിൽ തിളക്കമാർന്ന നേട്ടം. എന്നാൽ ഇതെല്ലാം സർക്കാരിൻ്റെ PR ആണെന്ന വാദവുമായി പ്രതിപക്ഷം ഇതിനോട് മുഖം തിരിച്ചു നിൽപ്പാണ്. ഇതെന്ത് കണക്ക്, എന്ത് ശാസ്ത്രീയത എന്ന ചോദ്യങ്ങളും ഉന്നയിക്കുന്നു. ഈ ചോദ്യങ്ങളെല്ലാം അപ്രസക്തമാണെന്നല്ല, കണക്കെടുപ്പിലും കണക്കിലുമൊക്കെ പാകപ്പിഴകൾ ഉണ്ടാവാം. പ്രഖ്യാപനത്തിൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം ഉണ്ടെന്നതിലും തർക്കമേയില്ല. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തോടെ കേരളത്തിൽ പട്ടിണി അവസാനിച്ചുവെന്നോ ഇനി കേരളീയരെല്ലാം അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ശേഷിയുള്ളവരായി മാറിയെന്നോ അല്ല. പക്ഷേ ഇതൊരു തുടക്കമാണ്, വലിയ തുടക്കം, നിരന്തരമായ തുടർച്ച വേണ്ട ഒന്ന്. അതിനുവേണ്ടി എടുത്ത മുൻകൈ, അത് നടപ്പാക്കാനെടുത്ത കാലവും പ്രയത്നവും ഇതിനെയെങ്കിലും മാനിക്കണം. ലോകം ധാരാളിത്തത്തിൽ രമിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിൽ അടുത്ത നേരത്തെ അന്നമെങ്ങനെയെന്ന ചിന്തയിൽ കഴിയേണ്ടി വരുന്ന സാധാരണക്കാരായ ചില മനുഷ്യരെങ്കിലും ഈ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. എങ്ങാനും ഒരസുഖം വന്നാൽ ഒരു മാസത്തെ മാത്രമല്ല, വരും മാസങ്ങളിലെയും ജീവിതം വഴിമുട്ടിപ്പോകുമല്ലോ എന്ന കൊടും വ്യഥയിൽ ചികിത്സ വേണ്ടെന്ന് വെക്കുന്നവർ. അങ്ങനെയുള്ള 64,006 കുടുംബങ്ങളെ ദാരിദ്ര്യ സമ്മർദ്ദത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനെങ്കിലും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം, സുരക്ഷിത വാസസ്ഥലം, അടിസ്ഥാന വരുമാനം, ആരോഗ്യസ്ഥിതി എന്നീ 4 ഘടകങ്ങൾ പരിശോധിച്ചാണ് അതിദരിദ്രരെ കണ്ടെത്തിയെന്ന് സർക്കാർ പറയുന്നു. അവരിൽ ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യം കണ്ടെത്തി ഭക്ഷണ കിറ്റ് മുതൽ വരുമാന വഴി വരെ ഉറപ്പാക്കി. ഇനിയും സമൂഹത്തിൽ അതിദരിദ്രർ ഉണ്ടാവും. ഇപ്പോൾ നന്നായി ജീവിക്കുന്ന പലരും നാളെ ഈ ഗണത്തിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. അപ്പോഴും ഇതിന് തുടർച്ച വേണം. പക്ഷേ കേരളത്തിൽ നടക്കുന്നത് ഇതേ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമാണ്, അത്തരം ഒരു മുന്നേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളല്ല. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി. അല്പസമയത്തുള്ളിൽ അതിൻ്റെ ഒരു പൊതു പ്രഖ്യാപനം കൂടി തിരുവനന്തപുരത്ത് നടക്കും. വലിയ ആഘോഷപൂർവ്വമാണ് നടക്കുന്നത്. കേരളം ലോകത്തിന് മുന്നിൽ തന്നെ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. പക്ഷേ ഇതൊരു PR എക്സർസൈസ് ആണ് എന്ന്, അല്ലെങ്കിൽ വോട്ട് ലക്ഷ്യമിട്ടുള്ള ഒരു തട്ടിപ്പ് പ്രഖ്യാപനമാണെന്ന് പ്രതിപക്ഷവും പറയുന്നു. താങ്കൾക്ക് ഇതിലേതിനോടാണ് യോജിക്കാൻ കഴിയുക? നമസ്കാരം സാറേ. നമസ്കാരം. ഈ ദാരിദ്ര്യം പിടിച്ചവരൊക്കെ എന്ത് ചെയ്തെന്നൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു സാറേ. ഈ ദാരിദ്ര്യം പിടിച്ച് ഒരുപാടെണ്ണം കഷ്ടപ്പെടുന്നുണ്ട്. അവരെ എന്ത് ചെയ്തിട്ടാണ് ദാരിദ്ര്യമുക്തമാക്കിയെന്നൂടെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം വരുമ്പോൾ കോടീശ്വരനായിട്ടല്ല ജനം കണ്ടത്. ഒരു 8 മാസം മുൻപ് മാതൃഭൂമി പത്രത്തിൽ കോടീശ്വരന്മാരായ മുഖ്യമന്ത്രിയിൽ നമ്മളെ ബഹു പിണറായി വിജയനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. സാറ് കണ്ടോന്നറിയത്തില്ല, ഇല്ലെങ്കിൽ മാതൃഭൂമി പത്രത്തിന്റെ അവിടെ തിരക്കി അറിയാം, ഇല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക. ഈ ഞാനും അതിദാരിദ്ര്യത്തിലാണ് നല്ല രീതിയിൽ. പക്ഷെ പണ്ട് ഞാൻ ജനിച്ച സമയത്ത് ഇഷ്ടംപോലെ നെൽകൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2-3 കൊല്ലത്തേക്കുള്ള ഒരു തവണ കൊയ്താൽ കിട്ടും. നെല്ലും വിറ്റ് അരിയും വിറ്റുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ഈ പാർട്ടി വളർന്നു വന്നതോടുകൂടി ഒരു നിവൃത്തിയില്ലാതെ കൊയ്യാനും സമ്മതിക്കില്ല, കൃഷി ചെയ്യാനും സമ്മതിക്കാതെ ഈ പാർട്ടി കർഷക തൊഴിലാളി പാർട്ടി വളർന്നു വന്ന് അത്രയും വിറ്റ് ഇവരെ പേടിച്ചിട്ട് വിറ്റിട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റെത്. അങ്ങനെ ഒരുപാട് പേര് ഈ ഏരിയയുടെ ഈ ഭാഗങ്ങളിലുണ്ട്. ഇന്ന് എനിക്ക് 4 പേരുണ്ട് എൻ്റെ വീട്ടിൽ. ഇന്ന് 4 പേരിൽ എനിക്ക് കിട്ടുന്ന 2 കിലോ അരിയാണ്. ഈ 2 കിലോ അരി വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്കും ദാരിദ്ര്യമുണ്ട്. ശ്രീ ജയകുമാർ, അതെങ്ങനെയാണ്? താങ്കൾ AY കാർഡുള്ള ഒരാളാണെങ്കിൽ ആകെ ഒരു മാസം 2 കിലോ അരി അല്ലല്ലോ കിട്ടുന്നത്. അത് ഒരു മാസത്തേക്ക് ഒരു 4 പേരോ 5 പേരോ ഉള്ള കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരു മാസത്തേക്ക് എന്തായാലും 2 നേരമോ 3 നേരമോ ചോറ് വെക്കാനുള്ള അരി സർക്കാർ നൽകുന്നുണ്ട്. അത് ഇല്ല എന്ന് നമ്മൾ പറയരുത്. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. ആകെ 2 കിലോ അരിയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്റെ കാര്യം ഞാൻ പറയാം സാറേ. എനിക്ക് തന്നേക്കുന്ന ഇവരെ ഏത് കളറ് വെള്ളം വൈറ്റ് എന്ന് അവർ പറയുന്നു. എനിക്ക് ആകെ കഴിഞ്ഞ മാസം 2 കിലോ, ഈ മാസവും 2 കിലോ ആണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും താങ്കൾ പറയുന്ന വസ്തുതകളുമായി ചേരുന്നതാണ് താങ്കളുടെ റേഷൻ കാർഡെങ്കിൽ അങ്ങനെയല്ല കിട്ടേണ്ടത്. അങ്ങനെ കിട്ടാതിരുന്നാൽ അതിനെ പരാതിപ്പെടാനും അത് തിരുത്താനും ഒക്കെയുള്ള സംവിധാനങ്ങളും ഒക്കെ കേരളത്തിലുണ്ട്. അത് ഇപ്പോഴൊന്നും ഉണ്ടായതല്ലോ, അത് കാലങ്ങളായിട്ടുള്ളതാണല്ലോ. സാറേ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കല്ല ഈ വെള്ള കാർഡ് എന്ന് പറഞ്ഞ ആൾക്കാർക്കെല്ലാം 2 കിലോ ഉള്ളൂ. എന്നൊക്കെ മാത്രമല്ല,
4 പേരുണ്ട് എന്റെ വീട്ടില്. ഞാൻ ഈ 2 കിലോ എത്ര ദിവസത്തേക്ക് വരുമെന്ന് സാറൊന്ന് പറയണം. 4 പേർക്ക് 2 നേരമെങ്കിലും ശ്രീ ജയകുമാർ, ഞാൻ അത്ര ഒരു തർക്കത്തിലേക്ക് ഇല്ല. ഞാൻ പറഞ്ഞത് പൊതുവായി AY കാർഡാണ് ഉള്ളതെങ്കിൽ അത്തരം ഒരു ഏറ്റവും ദരിദ്രരായിട്ടുള്ള മനുഷ്യർക്കുള്ള കാർഡുള്ളത് അങ്ങനെ തന്നെ ഏകദേശം ഈ പറയുന്ന പോലെ 1.5 ലക്ഷത്തിന് മേളിൽ ആളുകൾ ഉണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള മാസത്തിൽ നൽകുന്ന അരിയുടെ കണക്ക് ഇതല്ല എന്നുള്ളത് കൊണ്ട് പറഞ്ഞാണ്. ഞാൻ അത്തരം കണക്കുകളുടെ ഡീറ്റെയിൽസിലേക്ക് എന്തായാലും തൽക്കാലം പോകുന്നില്ല. എനിക്ക് വൈറ്റ് കാർഡാണ് സാറേ, എനിക്ക് 2 കിലോ ഉള്ളൂ. ശരി, ഓക്കെ. അത് താങ്കൾക്ക് അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് അർഹതയുള്ള ഗണത്തിലാണ് താങ്കൾ ഉൾപ്പെടുന്നതെങ്കിൽ താങ്കൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് നിഷേധിക്കപ്പെടുന്നെങ്കിൽ നമുക്ക് തന്നെ വാർത്തയാക്കാം, അതിന് യാതൊരു സംശയവുമില്ല. വിജയകുമാർ, അങ്ങനെയല്ല. ഈ നാട്ടിൽ നിങ്ങളുടെ വരുമാനം നിശ്ചയിക്കാൻ, നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്ന കാർഡിലാണ് പോകേണ്ടതെന്ന് നിശ്ചയിക്കാൻ കൃത്യമായി സർക്കാർ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇന്നുണ്ടായ ഒരു മാനദണ്ഡമൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് കാലമായി തുടരുന്നൊരു മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരാൾ അതിന് പുറത്താണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് പേരുടെ വരുമ്പോൾ ചിലരൊക്കെ പുറത്തു വരികയും ചില മറ്റതിൽ അനധികൃതമായി ചില അകത്ത് കിടക്കുകയും ഒക്കെ ചെയ്യും. അത് തിരുത്താനുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്. അത് തിരുത്താൻ താങ്കൾ കൊടുത്തിട്ടും അത് തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ നമുക്ക് വാർത്ത നൽകാം. നമുക്ക് അങ്ങനെ ഒരു വാർത്തകളൊക്കെ വന്നാൽ കേരളത്തിൽ അത്തരം തിരുത്തലുകളൊക്കെ സ്വാഭാവികം ഉണ്ടായില്ല. നമുക്ക് പരാതികൾ നൽകണമെങ്കിൽ പരാതി നൽകാം. അതിനെല്ലാം നമ്മൾ തയ്യാറാണ്. നമ്മൾ വെറുതെ ഒരു ആരോപണമായിട്ട് താങ്കൾ ഉന്നയിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ താങ്കൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. വരുമാനം ഇല്ലായിട്ടല്ല സാറേ, എനിക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നില്ല. ഇവർ പറയുന്ന വരുമാനം കിട്ടുന്നുണ്ട്. അത് രണ്ടല്ലേ ശ്രീ ജയകുമാർ? അതെ സാർ. ശരി, ശ്രീ പറയണേ 2 കിലോ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാണ്. വൈറ്റ് കാർഡാണ്, ആ വൈറ്റ് കാർഡ് അവർക്കില്ല, അതേ ഉള്ളൂ. ശരി ശ്രീ ജയകുമാർ. ശ്രീ മുഹമ്മദാണ്, മഞ്ചേരിയിൽ നിന്നാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം, അങ്ങനെ അതോടുകൂടി ഇനി കേരളത്തിൽ ദാരിദ്ര്യമില്ല എന്നൊന്നുമല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനിയും ഇപ്പോൾ ജീവിക്കുന്നവരൊക്കെ ചിലപ്പോൾ നാളെ ആ ഗണത്തിലേക്ക് വിട്ടുപോകാനും ഈ തിരികെ വന്നവർ തന്നെ മടങ്ങി ജീവിതത്തിലൊക്കെ മാറിപ്പോകാനും ഒക്കെ സാധ്യത ഓരോ മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നത് ചിലപ്പോൾ ചില നേരങ്ങളിൽ തന്നെ മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരമൊരു പരിശ്രമത്തെ പ്രതിപക്ഷം പൂർണ്ണമായും തള്ളിക്കളയുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. മുൻ പറഞ്ഞ ആള് മുഴുവനും അസത്യാണ്. കാരണം ഞാനും മറ്റേ 2 കിലോ അതിൻ്റെ ആളാണ് കേട്ടോ. എനിക്ക് വേറെ ആളും ഇല്ല. ഞാനും കുറെ നിങ്ങളെ അടുത്താണ് നിലവിളിച്ചു പോകണമെന്നുകൊണ്ടൊന്നും കാര്യമല്ല. അപ്പൊ അയാളെ ആ അപ്പുറത്തേക്കണ പാർട്ടിന്റെ ഒപ്പമുള്ള ആളാ. അപ്പുറത്തേക്കണ പാർട്ടി ആ കുപ്പായം തുന്നിച്ചിരിക്കുന്ന ആൾക്കാരെ ഒപ്പമുള്ള ആളാ. ആ വളവൊന്നും ഇനി നടക്കൂല. 9.5 കൊല്ലം ഇവിടെ ഭരിച്ചാണ്ട് അവര് പട്ടിണി പ്രാരാബ്ദമായിട്ട് നടക്കുക. അന്ന് കിട്ടും, നാളെ കിട്ടും, മന്ത്രിയാകാന്ന് പറഞ്ഞാണ്ട് അത് ഇനി നടക്കൂല. ഇനിയും ഇവിടെ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരും. അത് മുൻ പറഞ്ഞ ആളൊന്ന് ശ്രദ്ധിച്ചോട്ടെ. ഇനി ആ തട്ടിപ്പോ അധികാരത്തിൽ ആരെങ്കിലും വന്നോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഈ വിഷയത്തിലുള്ള താങ്കളുടെ അഭിപ്രായം പറയൂ. ഈ വിഷയത്തില് യാതൊരു അഭിപ്രായങ്ങളുമില്ല. ഇത് ഏറ്റവും ശരിയാണ്. ഇപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 10,000 ലക്ഷക്കണക്കിലുള്ള ആൾക്കാർക്ക് ഉപകാരം ചെയ്ത് അങ്ങനെ ഒരു സർക്കാർ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ആ പേപ്പറിലൊന്ന് നേരത്തെ ഒന്ന് വായിച്ചു നോക്കണ്ടി. അവര് ഒന്നും കൊടുത്തിട്ടില്ല. അവര് ഭരിച്ച കാലത്ത് അവരില്ലാതെ എല്ലാരും ഇതാക്കി വെച്ചൊക്കെയാണ്. അത് 18 മാസത്തെ ഇവര് തിരിച്ചു കൊടുത്തു. ഇപ്പൊ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാർ? അത് ഇവിടെ പട്ടിണി നടക്കണം, വീണ്ടും പട്ടിണി നടക്കാൻ പറയാ ഈ കോൺഗ്രസ്സുകാര്. അത് ഇവിടെ നടക്കൂല കേരളത്തിൽ. ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ടുള്ള പ്രഖ്യാപനം അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ളതാണോ അതോ ഒരു PR എക്സർസൈസ് ആണോ? ഒരു കാലത്തും അതായത് അതിദാരിദ്ര്യ മുക്ത കേരളം ഒരിക്കലാവില്ല. അതായത് തോണി വണ്ടിയിലും വണ്ടി തോണിയിലാവും. കടല് കൊണ്ടുപോകുന്ന കടൽ തന്നെ കൊണ്ടുപോകും. ഇന്നത്തെ മന്നവൻ നാളത്തെ സമ്പന്ന. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് ഇവർ തൽക്കാലം ഞാൻ എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ വ്യക്തിക്കാവ് ഇതുവരെ വോട്ട് കൊടുത്തത് 25ഓളം വിദഗ്ധരായ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ വിദഗ്ധരും ഡോക്ടർ കണ്ണൻ സാറിന്റെ സാന്നിധ്യത്തിൽ പൂർവ്വമായി പഠിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്ക് പ്രകാരം 1,00,000-ൽ പരം ഇപ്പം മോസ്റ്റ് പുവർ ആയിട്ടുള്ള കൂട്ടരുണ്ട് കണക്ക്. അപ്പോ ഇവർ പറയുന്ന 64,000. ഈ എൻഡിങ് ഓഫ് ദ ഇയറിൽ ഇതുവരെ കൊടുക്കാണ്ട് ഈ എൻഡിങ് ഓഫ് ദ ഇയറിൽ ഇങ്ങനെ ഓരോരു ഏത് പാർട്ടി, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഗുണപ്രദമാണോ? അപ്പൊ ഈ എൻഡിങ് ഓഫ് ദ ഡേയിൽ ഓരോരോ ഓഫറും വെച്ചിട്ട് ഈ 5 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് അന്നവും വെള്ളവും കുടിക്കാണ്ടും
പിന്നെ ക്ഷേമ പെൻഷൻ കിട്ടാണ്ട് ജാഥ നടത്തിയിട്ടും പ്രതിഷേധം നടത്തിയിട്ടും ഓരോ കാര്യത്തിൽ ഇവർ പിന്നെ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയും പിന്നെ കോൺഗ്രസും പിന്നെ BJP ആയാലും അവർ AC-യിൽ നിൽക്കുക. അവര് ചെറുതുനിന്ന് വലുതിലേക്ക് പൊന്തിയ ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നെട്ടോട്ട് ഓടുന്നു. ശരി ശ്രീ ദിവാകരൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ അതിന് എടുത്ത കണക്ക് എന്താണ്, ആ കണക്കിൽ എൻ്റെ ശാസ്ത്രീയത എന്താണ്, അത്തരം ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷം ഇത് ഒരു PR എക്സസൈസായി കാണുകയും ചെയ്യുന്നു. താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അഭിമാനിക്കേണ്ടതല്ലേ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ? എന്തിനും ഏതിനും എതിർക്കുന്ന പ്രതിപക്ഷ നാടിന് ആപത്തല്ലേ? ശരി, ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്ന് പ്രതികരിച്ചത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം അത് ഒരു വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമാണോ അതോ ഒരു PR എക്സസൈസ് ആണോ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. 3-4 ദിവസമായി കിട്ടാതെ ഇന്നാ കിട്ടിയത്. ശരി, ഓക്കെ, എന്തായാലും താങ്ക് യു, പറഞ്ഞോളൂ. സന്തോഷം, കിട്ടിയത് സന്തോഷം. പിന്നെ ഇത് ശരിക്കുള്ള ഒരു സർവേ ആണോ? ശരിക്കുള്ള സർവേ ആണെങ്കിൽ ഇനിയും ആൾക്കാരുണ്ടാവുമല്ലോ അതിദാരിദ്ര്യരായിട്ട് എവിടെയെങ്കിലുമൊക്കെ. അത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അതിനുള്ളൊരു സർവേയും കൂടി നടത്തണ്ടേ? സംഗതി നല്ലത് തന്നെയാണ്. പക്ഷേ അമേരിക്കയുടെ റോഡിനേക്കാൾ നമ്മളുടെ റോഡ് നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതാണെങ്കിൽ അതിനോട് യോജിക്കാൻ കുറച്ച് പ്രയാസം കാണും. കാരണം അമേരിക്കയുടെ റോഡ് എത്ര നല്ലതാണ്, ഇവിടുത്തെ റോഡിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇതല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാത്തിലും നമ്മൾ ഒന്നാമത് എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. ഒന്നാമത് ആകാൻ ആഗ്രഹിക്കുന്നതും അതിലേക്കുള്ള പ്രയാണവും നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം വസ്തുനിഷ്ഠമായിരിക്കണം. എത്രമാത്രം ഈ സർവേ ന്യായീകരിക്കാൻ തക്കവണ്ണം സാധിക്കും? ഇനിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിദരിദ്രം ഉണ്ടായിരിക്കുകയില്ലേ? അതുകൊണ്ട് പൂർണ്ണമായി മുക്തമായി എന്ന് പറയാൻ തക്കവണ്ണം. എന്നാലും ഫാദർ സാമുവൽ, അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയും അങ്ങനെയൊക്കെയുള്ള ആളുകൾ, സമൂഹത്തിൻ്റെ പൊതു കണ്ണിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇനിയും കാണും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളതിലും കുറേ ആളുകൾക്കെങ്കിലും ഈ 66,006 പേരെയെങ്കിലും ഈ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ മുഖ്യധാര എന്ന് പറയുമ്പോൾ അവരുടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് അവർക്കൊരു ലേശം മുക്തിയെങ്കിലും നൽകാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടം തന്നെയല്ലേ? അത് അഭിമാനാർഹം തന്നെയാണ്. ഞാൻ അതിനെ തെറ്റായിട്ടില്ല ഞാൻ കാണുന്നത്. ന്യായീകരിക്കുന്ന നല്ല കാര്യം തന്നെയാണ് അത്. പക്ഷെ അതുകൊണ്ട് നിർത്താനായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതെ, ഈ സംരംഭം നിർത്താനായിട്ടില്ല, ഇത് തുടർന്നുകൊണ്ടിരിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഒരിക്കലും ഒരു സമൂഹത്തെ ഇന്ന് ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ മുതൽ ദാരിദ്ര്യമില്ല എന്നൊന്നുമല്ല. ഇതൊരു തുടർ പ്രക്രിയ തന്നെയാണ്. അത് എന്ന് നിലയ്ക്കുന്നു അപ്പോൾ വീണ്ടും ദരിദ്രർ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണതയിലെത്താൻ തക്കവണ്ണം കുറച്ച് സമയമെടുക്കും. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഫാദർ സാമുവൽ. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ഇതിന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് കുറെ കൊല്ലം, ഒരു 2-3 കൊല്ലങ്ങൾക്ക് മുന്നാണ്. 4 വർഷത്തിലേറെയായി. 4 വർഷത്തോളമായി. അതെ, ഞാൻ പറയാൻ വന്നത്, ഞാൻ വാർഡ് തല കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നൊരു മെമ്പറാണ്. ആ വാർഡ് തല കമ്മിറ്റിയിലും പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റികളും ഉണ്ടായിരുന്നു. വാർഡ് തലത്തിൽ വെറുതെ ഒരാളെ പിടിച്ചാക്കല്ലായിരുന്നു. അവിടുത്തെ സംഘടനകള്, റെസിഡൻഷ്യൽ അസോസിയേഷന്റെ സംഘടനകള്, രാഷ്ട്രീയ പാർട്ടികള്, ഇവരെ തെരഞ്ഞെടുത്ത് പിന്നീട് കില എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എങ്ങനെ ഇവരുടെ ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് നമ്മുടെ കിലയില് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നിശ്ചയിക്കണം ഒരാളെ അതിദരിദ്രരായിട്ട് നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ചേർന്നിട്ട് ഈ ഓരോ വാർഡ് തലത്തിലും ഉള്ള ഈ അതിദരിദ്രരെ കണ്ടെടുക്കാനുള്ള പ്രോസസ്സ് തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്റെ വാർഡില് ഒരു അതിദരിദ്രതയും ഇല്ല. അപ്പൊ ചില വാർഡുകളിൽ ഈ വാർഡ് മെമ്പർമാരെ എന്ത് ചെയ്തെന്നറിയോ? അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഈ രോഗാവസ്ഥയിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കേണ്ട പൈസകൾ അങ്ങനെ കിട്ടേണ്ട ആളുകളൊക്കെ കയറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 78-80 പേരോളം ഉള്ള പഞ്ചായത്ത് തലത്തിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ പറഞ്ഞു പറ്റില്ല, ഇതിന് അർഹതമായ ഈ മാനദണ്ഡം വെച്ചിട്ട് കിട്ടാവുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വേണേ കൊടുക്കാം. അങ്ങനെ സോർട്ട് ചെയ്ത് വന്നപ്പോ 13 പേരാണ് എന്റെ പഞ്ചായത്തിൽ നിന്ന് 13 പേരാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയായിരുന്നു ശ്രീ സുരേന്ദ്രൻ? എന്തായാലും ഇതിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയ്ക്ക്
നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ അതിദരിദ്രരെ കണ്ടെത്താനുള്ള ഉപയോഗിച്ച മാർഗങ്ങൾ? അതില് ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ വാർഡിലല്ല, എന്റെ പഞ്ചായത്തിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതാണ്. പക്ഷെ അവൻ ഭക്ഷണമൊക്കെ ഏതെങ്കിലും ചെറിയൊരു അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടുകാർ എന്തായാലും ഭക്ഷണം കൊടുക്കും. അങ്ങനെ പക്ഷെ ഇതിനുള്ള ഏറ്റവും മാനദണ്ഡം അദ്ദേഹത്തിന് ഒരു വീടും അമ്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ പെടില്ല. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു അദ്ദേഹത്തിന് മറ്റേ വൈറ്റ് കാർഡ് ഉണ്ടെന്ന്. വൈറ്റ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു രേഖ, അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന് ഒരു രേഖയോ ഒരു ഐഡന്റിറ്റിയോ ഇല്ലാത്ത ഈ ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാർ. നേരത്തെ വൈറ്റ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾക്ക് അയാൾക്ക് ഐഡന്റിറ്റി ഉണ്ട്. ഒരു വൈറ്റ് കാർഡ് ആവണമെങ്കിൽ അതിന് മാനദണ്ഡങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അവരൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതെങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുക? അതിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ഇന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചേ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്തുകൾ മാത്രമല്ല, ഇത് BJP ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്. അവിടെ നിന്നൊക്കെ ഈ റിപ്പോർട്ടുകൾ പോയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ സാറ് പറഞ്ഞ മാതിരി ഇപ്പൊ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വാർഡ് മെമ്പർ ഒന്നിനും കൊള്ളില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാം, ഇവര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പൊ ആ വാർഡ് മെമ്പറെ സംബന്ധിച്ച് അങ്ങനെ സുരേന്ദ്രൻ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഇങ്ങനെയുള്ള ആളുകളൊക്കെ പലതരത്തിൽ രേഖകളില്ലാത്ത ആളുകളൊക്കെ എല്ലാ സ്ഥലത്തും കുറഞ്ഞ അളവിലെങ്കിലും പല സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ വിട്ടുപോകാം. അവർ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാവണമെന്നില്ല. അപ്പോൾ വാർഡ് മെമ്പറുടെ കുഴപ്പം ഇതൊക്കെ ഒരു തുടർച്ചയായ പ്രക്രിയ ഇനിയും വേണ്ടതാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതെ, ഇനിയിപ്പോ ആരെങ്കിലും വിട്ടുപോയെങ്കിലും ഇതിൽ ചേർക്കാവുന്നതേ. സാറ് നേരത്തെ പറഞ്ഞില്ലേ, ഇന്നുള്ള ആള് നാളെ ചിലപ്പോൾ അതിദരിദ്രരായിട്ട് മാറാം. ഈ പറഞ്ഞ മാതിരി ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാർ വരാം. അവരെയും കൂടി ഇതിൽ ചേർക്കാമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, ഓക്കെ. സുരേന്ദ്രൻ എന്തായാലും ആ പ്രക്രിയയിൽ പങ്കെടുത്ത ഒരാൾ കൂടി എന്ന നിലയ്ക്ക് ഇതെവിടെ എങ്ങനെ നടന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അങ്ങനെ പങ്കെടുത്ത ഒരാൾ തന്നെ എന്ന നിലയ്ക്കാണ് ഈ വിശദീകരിച്ചത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് വസ്തുതയാണോ അതോ PR ആണോ? ഇത് PR ആണ്. എന്തുകൊണ്ടാണ് താങ്കൾ ഇത് PR ആണ് എന്ന് പറയുന്നത്? സാർ, എത്ര ഈ മഞ്ഞക്കാട്ടുള്ള എത്ര ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതിദാരിദ്ര്യരായിട്ട്. ഇപ്പൊ നമുക്ക് അറിയാം, ഈ ഊരുകളിൽ പോയി കഴിഞ്ഞാൽ അവരൊക്കെ എത്ര മാത്രം കഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഇതിപ്പോ നമ്മൾ നേരത്തെ സമ്പൂർണ്ണ വൈദ്യുതി കേൾക്കണം. എത്ര വീടുകളുടെ സമ്പൂർണ്ണമല്ലാതെ സമ്പൂർണ്ണ സാക്ഷരത ഒരക്ഷരം പോലും പറയാൻ അറിയാത്തവരില്ലേ? ശ്രീ സന്തോഷ്, ഈ സമ്പൂർണ്ണ വൈദ്യുതീകരണം, സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറയുന്നത് 100 പേരിൽ 100 പേരും സാക്ഷരരാകുമ്പോഴോ അല്ലെങ്കിൽ 100 വീടുകളുണ്ടെങ്കിൽ 100 വീടുകളിലും വൈദ്യുതി എത്തുമ്പോഴോ അല്ല. അതിനൊരു നിശ്ചിത ശതമാനം വെക്കും. ആ ശതമാനത്തിന് മേൽ ഉണ്ട് എങ്കിൽ അവിടെ, അല്ലാതെ ഇപ്പോൾ എല്ലായിടത്തും കറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞൊരു എല്ലാ സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറഞ്ഞ് ഇന്നൊരു പ്രഖ്യാപനം നടത്തുന്നു. നാളെ എൻ്റെ വീട്ടിൽ കറണ്ട് ചാർജ് അടച്ചില്ല, കറണ്ട് കട്ടായപ്പോൾ എനിക്കത് അടയ്ക്കാനുള്ള ശേഷിയില്ല, എൻ്റെ വീട്ടിലെ വൈദ്യുതി പോയില്ലേ, അല്ലെങ്കിൽ മറ്റേ പുതുതായിട്ടൊരു ഒരാൾ വീട് വെക്കുന്നു, അയാൾക്ക് വൈദ്യുതി കിട്ടിയില്ല, അങ്ങനെയൊക്കെ പല പല കാരണങ്ങളാൽ അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ ഒരാൾ താമസിക്കുന്നു. അതൊന്നും അത്തരം ചെറിയ ചെറിയ ശതമാനത്തെ, അതെല്ലാം ആ ശതമാനം കുറച്ചാണ്. സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറഞ്ഞാൽ 100ൽ 100 പേരും അക്ഷരം പഠിക്കുക എന്നുള്ളത് 90 92 കൊണ്ടാണ്, കൃത്യം എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത്രയും പേർക്ക് ഇത് കിട്ടിയാൽ കഴിഞ്ഞാൽ അതിനെ സമ്പൂർണ്ണമെന്ന് പറയാം. സാറ് ഇപ്പം പറഞ്ഞ കറണ്ട് കിട്ടി, കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കട്ടായി, അതല്ലല്ലോ സമ്പൂർണ്ണ ഇത് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ വൈറ്റ് കാർഡ്, അത് APL ആണ്. അതിൽ 2 കിലോ കിട്ടുള്ളൂ, മഞ്ഞക്കാർഡിനെ കിട്ടുള്ളൂ. പിന്നെ പിങ്കിനും ഇങ്ങനെയൊക്കെ പിന്നെ കൂടുതൽ അരി കിട്ടുള്ളൂ. ഈ APL നിന്നും കിട്ടൂല. അതൊക്കെ ഇപ്പൊ സാമ്പത്തിക നിലയിൽ ഭദ്രതയുള്ളവരാണ്. പിന്നെ എനിക്ക് ഇതിലെന്ന് വെച്ചാൽ അർഹതയില്ലാത്ത ഒരുപാട് ആൾക്കാർ കയറുന്നിട്ട് പറയാം. ഒന്നാമത് ഇത്രയൊന്നും ഈ മഞ്ഞക്കാർഡുകാരില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ നേരത്തെ റേഷൻ കടയിൽ പോകുന്ന സമയത്ത് ഈ കാറിൽ വന്ന് അതിൽ സ്വർണ്ണ വളയും അതും ഇതൊക്കെ ഇട്ട് വന്ന് നല്ല ഇതിൽ വന്ന ആൾക്കാർ വരെ മഞ്ഞക്കാർഡും കൊണ്ടാണ് പോകുന്നത്. കാരണം അതെല്ലാം രാഷ്ട്രീയ ബേസിലൊക്കെ അവരെല്ലാം കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇഷ്ടംമാരെയുണ്ട്. പിന്നെ നമ്മൾ കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇതേപോലെ അർഹതയില്ലാത്ത എന്തോ സ്വൽപ്പന്റെ കേസിൽ തന്നെയാണെങ്കിൽ ഒരു വീട്ടിലെ ഒരു സ്ത്രീ, കല്യാണം കഴിഞ്ഞൊരു സ്ത്രീ വേറൊരാളായിട്ട് ഒരു പ്രേമത്തിലായി, അങ്ങനെ അവര് പ്രശ്നമായി. ലാസ്റ്റ് അവർ ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞാൽ അത് എൻഡോസൾഫാൻ കേസിലേക്ക് വന്നു. കാരണം എന്താ? സന്തോഷം, അങ്ങനെയൊക്കെയുള്ള വീഴ്ചകളൊന്നും ഈ സമൂഹത്തിന്റെ കണക്കെടുപ്പുകളിൽ ഇല്ല എന്നല്ല പറയുന്നത്. അത്തരം വീഴ്ചകളൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ കണക്കെടുപ്പുകളിലുണ്ട്. അർഹതയില്ലാത്ത പലരും അർഹതയില്ലാത്ത കാർഡുകൾ വാങ്ങുകയും അർഹതയുള്ള പലരും അതിന് പുറത്തു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരന്തരം ഈ സമൂഹത്തിലുണ്ടായിരുന്ന ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇതൊക്കെ നിരന്തരം വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും, അല്ലാതെ ഞങ്ങൾ മറ്റുള്ളവരുടെ അനീതി കണ്ടാൽ മിണ്ടാതിരിക്കുമെന്ന് പറയുകയല്ല. അനീതി ഉണ്ടെങ്കിൽ അനീതിയാണെന്ന് പറയാനുള്ള ആർജവം കാണിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് പൂർണ്ണമായും എല്ലാം മോശമാണെന്നല്ല പറയുന്നത്, എല്ലാം നല്ലതാണെന്നും പറയാൻ കഴിയില്ല. അത്തരം അനീതിയൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അതിന്റെ അളവ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
ഞാൻ എല്ലാം മോശമാണെന്നല്ല അല്ലല്ല, ഒരിക്കലും പറഞ്ഞില്ല, താങ്കൾ പറഞ്ഞില്ല. ഞാനും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ശ്രീ ഉസ്മാനാണ് കായംകുളത്ത് നിന്നാണ്. ശ്രീ ഉസ്മാൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായുള്ള പ്രഖ്യാപനത്തെ? സാറേ, ഞാൻ ഇന്നലെ വിളിച്ചിട്ട് 1 മണിക്കൂർ വിളിച്ചിട്ട് കിട്ടിയില്ല. ഒരുപാട് പേർ വിളിക്കുന്നതുകൊണ്ടാണ് ശ്രീ ഉസ്മാൻ. അതുകൊണ്ട് ഇന്നലെ 5-6 പ്രാവശ്യം വിളിച്ച് ബെല്ലടിച്ചിട്ട് എടുത്തിട്ടില്ല. അത് എടുക്കാത്തല്ല ശ്രീ ഉസ്മാൻ, നമ്മള് 4 പേരെ വരെ ലൈനിൽ നിർത്തും ഒരു സമയം. അപ്പോൾ അതിനകത്ത് ഓരോരുത്തർ പോകുന്നതനുസരിച്ച് അടുത്ത ആളെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ പിണറായി മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് 2500 രൂപ വെച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പൊ നമുക്ക് 2000 രൂപയാണ് കിട്ടിയത്. 2000 രൂപ കിട്ടിയോ? അതുകൊണ്ട് തന്നെ ഈ റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ട് ഈ മഞ്ഞക്കാർഡുള്ള ആൾക്കാർ. പക്ഷെ അതിനകത്ത് 4 പേര് ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ അവർക്ക് കിട്ടുന്നത് ഈ പിന്നെ താങ്കൾ അത് ചൂണ്ടിക്കാണിച്ച ഒരു പരാതി കൃത്യമായും കൊടുക്കണം. അതല്ല, മഞ്ഞക്കാർഡ് കിട്ടുന്നവര് ആ റേഷൻ മേടിച്ചിട്ട് കോഴിയെ കൊടുക്കാനും ഇവിടെ കിടക്കാനും ആൾക്കാർ. അങ്ങനെ അനധികൃതമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ പരാതി കൊടുക്കുക തന്നെ വേണം. അവിടെ നോക്കി മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ക്രിമിനൽ പ്രവർത്തനം കണ്ടിട്ട്, ഒരു അനീതി കണ്ടിട്ട് നിങ്ങൾ മൗനമായി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അനീതിക്ക് കൂട്ടുനിൽക്കുന്നത് പോലെയാണ്. സാറേ, ഇപ്പൊ തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവിടുത്തെ പ്രചരണം കോൺഗ്രസ്സുകാർ നടത്തുന്നത് എന്താണെന്നറിയോ? ഒരു വീട്ടിൽ ഒരു ഗവൺമെന്റ് ജോലിയും 2500 രൂപ അവിടുത്തെ കുടുംബിനികൾക്കും. ബീഹാറിലെ കാര്യം ശ്രീ ഉസ്മാൻ, നമുക്ക് തൽക്കാലം കേരളത്തിലെ കാര്യം ചർച്ച ചെയ്യാം. നമുക്ക് ശ്രീ ജനാർദ്ദനാണ് വയനാട് നിന്നും. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം വസ്തുതയാണോ PR ആണോ? അത് വസ്തുത തന്നെയാണ്. അത് നല്ല കാര്യമാണ് ചെയ്തത്. അത് നല്ല കാര്യം വെച്ചാൽ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അതിരാതിരെ കണ്ടെത്തിയിട്ട് തന്നെയാണ് ആ തീരുമാനം എടുത്തത്. അത് നല്ല കാര്യം തന്നെയാണ്. ഗവൺമെന്റ് എല്ലാ ജനങ്ങളും താഴെ തട്ടിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തിട്ട്. ഇന്നിപ്പോ എല്ലാവർക്കും ഒരു വീതം ജീവിക്കാനുള്ള നിവൃത്തിയുണ്ട്. അതുകൊണ്ട് അത് ചെയ്ത് ഗവൺമെന്റ് നല്ല കാര്യമാണ്. ഇനി അതിൽ പിന്നെ പോരായ്മ വന്നിട്ട് പരിഹരിക്കാമെന്ന് ഗവൺമെന്റ് മന്ത്രി രാജേഷ് പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും തീരുമാനം സർക്കാർ എടുക്കും. അത് നല്ല തീരുമാനത്തെ. ശ്രീ ജനാർദ്ദനാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇന്ത്യയിൽ അതിദാരിദ്ര്യമുക്തമാകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം ഇന്ന് മാറിയിരിക്കുകയാണ്. അത്തരമൊരു പ്രഖ്യാപനം സർക്കാർ നടത്തുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് താങ്കളുടെ പാർട്ടിയൊക്കെ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, അതുകൊണ്ടാണ് ഇതായത് എന്നാണ് താങ്കളുടെ പാർട്ടി പറയുന്നത്. എന്തായാലും താങ്കൾ എങ്ങനെയാണ് ആ പ്രഖ്യാപനത്തെ കാണുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, പണ്ട് ബഹുമാന്യനായ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ബാലൻ സാറ് പറഞ്ഞു കറണ്ട് ഇല്ലാത്ത ഒരു വീട് കൂടി ഇല്ലാന്ന്. അതിന്റെ പേരിലാണ് മണ്ണെണ്ണ വെട്ടിക്കുറച്ചത്. അപ്പൊ ഇനിയിപ്പോ ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞിട്ട് ശ്രീ ബാലകൃഷ്ണൻ അന്നപൂർണ എന്ന് പറഞ്ഞ് 35 കിലോ അരി കൊടുക്കുന്നുണ്ട്. ഗരീബ്, അതായത് ഏറ്റവും ശുദ്ധ ദരിദ്രനുള്ള കാർഡാണത്, AAY. ആ കാർഡിലെ അരി ശുദ്ധ ദരിദ്രൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഗവൺമെന്റ് വെട്ടിക്കുറച്ച് ആ കേന്ദ്ര സമരം വരുവാൻ പാടില്ല. കാരണം കേരളത്തിൽ അതീവ ദരിദ്രൻ. ശ്രീ ബാലകൃഷ്ണൻ, ഞാനൊരു താങ്കൾ ചൂണ്ടിക്കാട്ടിയതിൽ ഒരു വിഷയം പറഞ്ഞോട്ടെ. കേരളത്തിന്റെ മണ്ണെണ്ണയുടെ കോട്ട വെട്ടിക്കുറച്ചത് കേരള സർക്കാരല്ല, മണ്ണെണ്ണയുടെ കോട്ട വെട്ടിക്കുറച്ചത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരാണെന്നാ ഞാൻ പറഞ്ഞത്. അതായത് വൈദ്യുതി ഇല്ലാത്ത വീടില്ല എന്ന് ബാലൻ മിനിസ്റ്റർ പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്ര ഒരു സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഇല്ലാത്ത ഒരു വീടും ഇല്ല എന്നല്ല. അങ്ങനെയല്ല പ്രഖ്യാപനം. സമ്പൂർണ്ണ വൈദ്യുതീകരണവും സമ്പൂർണ്ണ സാക്ഷരതയൊന്നും 100% അങ്ങനെ എത്തിയെന്നല്ല. നിശ്ചിത ശതമാനത്തിന് മേൽ വൈദ്യുതി ഉള്ള വീടുകളായെങ്കിൽ പ്രഖ്യാപിക്കാം. അങ്ങനെയാണ്. അത് കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ല സാർ, ഒരു മിനിറ്റ് ശ്രദ്ധിക്കൂ. ന്യൂസ് 18 ഞങ്ങളെ പ്രതിഷേധവും പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു വേദിയാണ് ന്യൂസ് 18 പൊതുവെ ഞങ്ങൾക്ക് ഔദാര്യമായിട്ട് തരുന്നത്. അതിൽ വളരെയേറെ നന്ദിയുണ്ട്. താങ്കളുടെ അവകാശം അത് പാലിക്കാം. പക്ഷെ തെറ്റായ വസ്തുതകൾ പറഞ്ഞാൽ അത് തിരുത്തേണ്ട ഒരു അവകാശം കൂടിയുണ്ട്. ബഹുമാന്യനായ ബാലൻ മിനിസ്റ്റർ പറഞ്ഞു വൈദ്യുതീകരിക്കാത്ത വീട് കേരളത്തിൽ ഇല്ലാന്ന്. അതിന്റെ പേരിൽ മണ്ണെണ്ണ കോട്ട വെട്ടിക്കുറച്ചു. ഞങ്ങൾ കേട്ടു, പന്തം കൊടുത്ത് പറയണം മണ്ണെണ്ണ കേന്ദ്രം കുറച്ചും പറഞ്ഞു. അതുപോലെ ശുദ്ധ ദരിദ്രർക്കാണ് 35 കിലോ AAY കൊടുക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വണ്ടിയുടെ വാടക കൊടുക്കാത്തത് കൊണ്ട് വാടക മാത്രമാണ് കേരള സർക്കാർ കൊടുക്കേണ്ടത്. അതുകൊണ്ട് പല ദിവസവും അത് മുടങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ചോദിക്കുന്നത്, ശുദ്ധ ദരിദ്രർ ഇല്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. വളരെയധികം സന്തോഷം, ഞാൻ ആഹ്ലാദിക്കുന്നു. എന്റെ നാട്ടിൽ എല്ലാവരും പട്ടിണിയില്ലാതെ ജീവിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. പക്ഷേ ഈ 35 കിലോ അരി ഇൻ കേസ് എങ്ങാൻ സെൻട്രൽ ഗവൺമെന്റ് 35 കിലോ അരിയുമായി ഇതുമായിട്ട് എന്താണ് ശ്രീ ബാലകൃഷ്ണൻ ബന്ധം? നമ്മുടെ പട്ടികയിലുള്ളത് 6006 പേരാണോ കുടുംബങ്ങളാണോ ഉള്ളത്? അല്ലല്ലോ, അതിന്റെ ഇരട്ടിയിലധികം കുടുംബങ്ങൾ ഞാൻ സാറിനോട് ചോദിച്ചിട്ടില്ല. ശുദ്ധ ദരിദ്രർ കേരളത്തിൽ ഇല്ല എന്നാണ് ഇന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്.
ഏത് നീതി ആയോഗ് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മുകളിലോട്ട് നോക്കിയെങ്കിൽ അവർ ഈ ശുദ്ധ ദരിദ്രർക്ക് അനുവദിക്കുന്ന ഫെഡറൽ ഗവൺമെന്റ് കോട്ട കുറക്കുവാനും കൂടി ആവശ്യപ്പെടണം. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിദരിദ്രരില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം AIY പട്ടികയിൽപ്പെടുന്ന ആരുമില്ല എന്നല്ല. അതിന് കൃത്യമായ ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യമൊക്കെയായി ബന്ധപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത 1-2 ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെ ഒരു മാനദണ്ഡം നിശ്ചയിച്ച് അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്തി അവർക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർ പ്രക്രിയയാണ് നടത്തിയത്. അതുകൊണ്ട് നാളെ ഇനി AIY-ക്കാർക്കും വിഹിതമില്ല, അരുവിഹിതമില്ല എന്നൊക്കെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? അത് ശുദ്ധ ദരിദ്രർക്ക് അനുവദിച്ച ശുദ്ധ ദരിദ്രരില്ലാത്ത സ്റ്റേറ്റ് കൊടുക്കൂല. ശുദ്ധ ദരിദ്രരുള്ള സ്റ്റേറ്റ് ധാരാളമുണ്ട്, അവിടുത്തേക്ക് ആ കോട്ട കൊടുക്കണം. അതാണ് ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോഴും വേണ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത്. കേരളത്തെ എങ്ങനെയൊക്കെ ഞെരുക്കാമോ അങ്ങനെയെല്ലാം ഞെരുക്കുകയുമാണ്. അല്ല, ഞങ്ങളൊക്കെ ഈ പൊതുസമൂഹത്തിലുള്ളവർ തന്നെയാ. ഞങ്ങളെ പഞ്ചായത്തിൽ എവിടെയും ഒരു വാർഡ് മെമ്പർ വിളിച്ചിട്ടോ ഒരു സംഗതി വിളിച്ചിട്ടോ ഗ്രാമസഭ വിളിച്ചിട്ടോ ഇതിനെപ്പറ്റി ഒരു ചർച്ച നടന്നിട്ടില്ല. പിന്നെ ഇവർക്ക് PR വർക്കിന്റെ പേർക്ക് ഇവർക്ക് ഞാനതിൽ പങ്കെടുത്ത ആളാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അവര് താങ്കൾ ഗ്രാമസഭയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണോ? ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന ആളാ. ഈ ചർച്ച വന്നിട്ടേ ഇല്ല. ശരി, ഓക്കെ. ഞാനൊരു കാര്യം ശുദ്ധ ദരിദ്രർക്കുള്ളത് ശുദ്ധ ദരിദ്രരില്ലാത്ത സ്റ്റേറ്റ് കൊടുക്കൂല. ശരി, എങ്ങനെയാ കേരളത്തിൽ കൊടുക്കാതിരിക്കാനുള്ള വല്ലാത്ത വാശിയുണ്ടല്ലേ? ശരി ബാലകൃഷ്ണൻ. ശ്രീ ഹരിദാസ് ആണ് പാലക്കാട് നിന്നാണ്. ശ്രീ ഹരിദാസ്, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ കാണുന്നത്? അത് ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ളതാണോ അതോ ഒരു PR എക്സസൈസ് ആണോ? അതൊരു PR ഏജൻസിന്റെ ഇതാണ്, അല്ലാതെ എന്താ പറയാ, മുഴുവൻ അതാണ് PR ഏജൻസി. അതെന്താണ് താങ്കൾ അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെയാണ് അതിന്റെ പോക്ക്, അങ്ങനെയാണ്. അവരങ്ങനെ ചെയ്യുന്നത് എല്ലാം മുഴുവൻ തട്ടിപ്പാണ്. തട്ടിപ്പ് നമുക്ക് ചെറിയ കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരി, ഓക്കെ. താങ്കൾ വിശദീകരണമൊന്നുമില്ലല്ലോ. ഓക്കെ, ശരി. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾ ഈ പ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു? സാറേ, എനിക്കും വെള്ളക്കാടാ ഉള്ളത്. കാരണം പെൻഷൻ കിട്ടുന്നവരും ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും ഒക്കെ ജീവിക്കാൻ മാർഗമുള്ളവർക്കെല്ലാം വെള്ളക്കാട്ടുകാർക്ക് 2 കിലോ ഉള്ളൂ. ഞാൻ അന്ന് അതും വാങ്ങിക്കാറില്ല. കാരണം പാവപ്പെട്ട ആരെങ്കിലും വാങ്ങിച്ചോട്ടെന്ന് കരുതി ഞാൻ പോകാറില്ല. കാരണം ഞാൻ സൺഡേ മാത്രമാണ് അരി ഉപയോഗിക്കുന്നത്. അതും നല്ല രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അരി മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഡയബറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് വാങ്ങിക്കാറില്ല. ഞാൻ എന്റെ കൊല്ലത്തിന്റെ കാര്യം പറയാം. കൊല്ലത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരും പട്ടിണി കിടക്കുന്നത്. 2 നേരമെങ്കിലും ആഹാരം കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരൊറ്റ ആളിനെ പോലും ഞാൻ കണ്ടിട്ടില്ല പട്ടിണി കിടക്കുന്നത്. പിന്നെ ആരോ പറഞ്ഞു ഇങ്ങനെ പിണറായി വിജയൻ ഭയങ്കര പണക്കാരനാണ്. പാവപ്പെട്ട ഒരാളാണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി 105 കോടി രൂപ എയർ ബാങ്ക് കിടപ്പുണ്ട്. വെറും പാവപ്പെട്ട മനുഷ്യനാണ്. പിന്നെ ഇത് തട്ടിപ്പാണ്, മറ്റേതാണ്, മറിച്ചേതാണെന്ന് പറയുന്നവര് ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീസ ഇവിടൊക്കെ ഒന്ന് പോകണം. 70 വർഷം കോൺഗ്രസ് ഭരിച്ചതാ. അവിടെ പാവങ്ങളുണ്ടോന്ന് നോക്കിയിട്ട് വരാൻ പറയണം സാർ. ദയവായിട്ട് ഈ കാര്യം എല്ലാവരോടും പറയണം. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്നും. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്തു നിന്നും. ശ്രീ ദീപു, താങ്കൾ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയത്? അതിൻ്റെ ശാസ്ത്രീയത എന്താണ്? അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ രേഖകൾ വെച്ചിട്ട് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ രംഗത്ത്, സാമ്പത്തിക രംഗത്തെ ചില വിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന് താങ്കളുടെ ഒരു മറുപടി എന്താണ്? അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ കിരൺ. അതായത് ഇവിടെ 2 കിലോ അരി എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവനാന്ന് പറയുന്ന ഈ ജയകുമാർ 4 വീടുണ്ടെന്ന് ഇവിടെ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞിട്ടില്ല. 4ാമത്തെ വീടിന്റെ പാലുകാഴ്ച കഴിഞ്ഞ ദിവസം നടന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ഇവിടെ പോയി പറഞ്ഞത്. എന്നിട്ട് അയാൾ ചില സമയം പറയും SNDP, ചില സമയം എന്തെങ്കിലും ഒരു നുണ പറയാൻ ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്തവർ വന്നിരുന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ വന്നിരുന്ന് എന്തും വായിക്കു തോന്നിയത്. അങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ലോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇതുണ്ടല്ലോ ആർക്കൈവ്സ് ഇല്ല, അങ്ങനെ ഓരോരുത്തരും കേൾക്കുന്നതാണ് വീരവാദങ്ങള്. ഇവിടെ ഇരുന്ന് പലരുടെയും വീരവാദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നതാണെന്നേ. പിന്നെ ഇതിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സർക്കാർ ആദ്യത്തെ മന്ത്രിസഭ, അതായത് 2ാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനമാണിത്. അന്ന് ഏതെങ്കിലും PR വർക്കിന് വേണ്ടി എടുത്തതല്ല. ഈ നാടിന്റെ അവസ്ഥയിൽ ഏത് സർക്കാരും, അതിന് കോൺഗ്രസ് വരട്ടെ, BJP വരട്ടെ, ആരെങ്കിലും, BJP സർക്കാർ കേന്ദ്രത്തില് പട്ടിണി പാവങ്ങൾക്ക് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
അങ്ങനെ നടത്താതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ എത്രയോ നേരത്തെ നെഹ്റുവിന്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, രാജീവ് ഗാന്ധിയുടെ കാലത്ത്, VP സിംഗ്, ഇങ്ങനെ പല പദ്ധതി, ആ പദ്ധതി എങ്ങനെ നടപ്പാക്കുന്നു, ആ നടപ്പാക്കി വിജയിക്കുന്നു, ആ നടപ്പാക്കാൻ വേണ്ടി പാടുപെടുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ ഒരു സർക്കാരായി മാറുള്ളൂ, ജനകീയ സർക്കാരായി മാറുള്ളൂ. നമ്മൾ വികസനം ഉണ്ടാവും. മാനവ വികസന സൂചികയിൽ കേരളം 1ാം സ്ഥാനത്ത് വരുന്നത് എങ്ങനെയാണ്? മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിൽ വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. കേരളം ഒരു ട്രബിൾ ഷൂട്ടറാണെന്ന് എത്രയോ തെളിയിച്ചിട്ടല്ലേ നമ്മുടെ ആരോഗ്യ മേഖലയിൽ കോവിഡ് വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ, മറ്റു കാര്യങ്ങൾ വന്നപ്പോൾ, നിപ്പ വന്നപ്പോഴൊക്കെ നമ്മളൊരു ട്രബിൾ ഷൂട്ടറാണെന്ന് കേരളം ആണെന്ന് കാണിച്ചു. അതല്ല ഈ അക്കാര്യത്തിൽ ഈ സർക്കാർ, മറ്റ് സർക്കാരുകളും ഈ സർക്കാരും ഒന്നും ചെയ്തില്ല എന്നുള്ളതല്ല. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും ആദിവാസി മേഖലയിലടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ആളുകൾ അതിദരിദ്രരായി തുടരുന്ന, ഭക്ഷണത്തിന് അല്ലെങ്കിൽ വഴിയില്ലാത്ത, മറ്റ് ജീവിത സൗകര്യങ്ങളില്ലാത്ത മനുഷ്യർ ഇപ്പോഴും തുടരുന്നുണ്ട്. അവരെയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു 60,000-ന്റെ കണക്ക് പറയുന്നത് എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ആരോപണം. അത് പറയട്ടെ. അതായത് ഈ സർക്കാർ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഒരു തരത്തിലുള്ള രേഖകളും ഇല്ലാത്തത്. ഇപ്പൊ AAY കാർഡ്, ആ കാർഡ് പോലും ഇല്ലാത്തവരാ. ഇനി ഒരു വീടുണ്ടെന്ന് കരുതുക, ആ വീട്ടിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്തവണ്ണം അവിടെ കിടക്കും, അവർക്ക് ഭക്ഷണമില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർ അതെങ്ങനെയാ തെരഞ്ഞെടുത്തത്? എല്ലാ പഞ്ചായത്തുകളും UDF-ന്റെ, പിന്നെ BJP, അവിടെയാണ് ചോദ്യം. അപ്പോൾ അവരെ അഗതികളായ മനുഷ്യരെ ഇല്ലാത്ത കേരളം എന്നല്ലേ, അതിദാരിദ്ര്യമുക്തമായ കേരളം എന്നെങ്ങനെ പറയും എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഞാൻ പറഞ്ഞത് ഈ അഗതികൾക്ക് വേറെ പിന്നെ ക്രൈറ്റീരിയ ആണല്ലോ. ഇതല്ല, ഇത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു. പക്ഷെ ഇവർക്കാർക്ക് രേഖകളോ മറ്റു കാര്യങ്ങളോ, ഇനി രേഖകൾ ഉണ്ടെങ്കിൽ പോലും, അത് ചിലർക്ക് രേഖകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു സാഹചര്യവുമില്ല, മറ്റാൾക്കാർ നോക്കുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചത് ഈ UDF-ഉം BJP-യും ഒക്കെ അടങ്ങുന്ന പഞ്ചായത്തുകളാണെന്നേ. അതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ എല്ലാ മുഖ്യധാര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിനകത്ത് അവിടെ അവരുടെ പ്രതിനിധികളുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവരുണ്ടായിരുന്ന കമ്മിറ്റികളുണ്ട്. ഇതിനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഈ എക്കണോമിക് റിവ്യൂവിൽ വന്നിട്ടുണ്ട്. CAG ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. അല്ല ചുമ്മാ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയ ഒരു സാധനമല്ല. എന്താണ് ഈ ഇതും അല്ലല്ല ഒറ്റ സെക്കൻഡ് കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടാത്തോണ്ട്. അതായത് ഇതിനകത്ത് ഭക്ഷണം, പാർപ്പിടം, അതെ ഇതിനകത്ത് 4 ക്രൈറ്റീരിയ പറഞ്ഞത്: ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം. ഇങ്ങനെ 4 അടിസ്ഥാന ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇതിന് തെരഞ്ഞെടുത്തത്. എന്തൊക്കെ ചെയ്തു? അവരെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത്? അതൊന്നുമല്ല വിഷയം. അങ്ങനെ ചെയ്തില്ല എന്നോ അല്ലെങ്കിൽ 66,006 പേർ കുടുംബങ്ങളെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി എന്നതോ ഒന്നും ഒരിക്കലും കുറച്ചു കാണേണ്ടതല്ല, വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ഇപ്പോഴും ഇതിന് പുറത്തു നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതെ, അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്തത്? നമ്മുടെ കൺമുന്നിൽ നമ്മൾക്ക് കിട്ടിയ, നമ്മുടെ ഈ പറയുന്ന പ്രോസസ്സ് വഴി കിട്ടിയ ആൾക്കാരെ നമ്മൾ അപ്പോൾ അതൊരു യാഥാർത്ഥ്യബോധമുള്ള മറുപടി തന്നെയാണ്. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും വിളിക്കുന്നത്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് വസ്തുതയോ അല്ലെങ്കിൽ ഒരു PR എക്സസൈസോ? കിരൺ ഭായ് നമസ്കാരം. നമസ്കാരമുണ്ട്. ഈ സർക്കാർ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഈ അതിദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുള്ള ഒരു തള്ളായിട്ട് കണ്ടുവരും. അതങ്ങനെയല്ലേ ശരി? കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ സമ്പൂർണ്ണ വൈദ്യുതിയില്ല അല്ലെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ, അത് പോട്ടെ, അതിന് ന്യായീകരിക്കാനുള്ള വഴികളുണ്ട്. നമ്മുടെ മഞ്ഞക്കാട് എന്ന് ശരിക്കും നമ്മുടെ കൺമുന്നിൽ കിടക്കുകയാണ്. 5.5 ലക്ഷം മഞ്ഞക്കാട്, ഞാൻ മുഴുവൻ കൂട്ടണ്ട, ഞാൻ 5.5 ലക്ഷം മഞ്ഞക്കാടിൽ ഈ പാർട്ടിക്കാർ വേണമെങ്കിൽ സ്വജനപക്ഷപാതം നടത്തിയിട്ട് വേണമെങ്കിൽ ഒരു 2 ലക്ഷം പേർക്ക് തന്നെ സ്വന്തക്കാർ വരുമാനമുള്ളവർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള കണക്ക് കൂട്ടി കഴിഞ്ഞാലും വേണ്ട ഒരു 3 ലക്ഷം കിടക്കാനാണ്. അപ്പോൾ ഈ സർക്കാരിന്റെ 64-ന്റെ കണക്ക് തെറ്റാണ്. ഇനി അതൊക്കെ പോട്ടെ, ഞാൻ ഈ ഇതിനെ ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഇപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെ ആളുകൾ പറഞ്ഞ മാതിരി ഇപ്പം ഞാൻ പാലക്കാടാണ്, പാലക്കാടോ ഷൊർണൂരോ ഒറ്റപ്പാലോ കുളപ്പുള്ളിയോ മണ്ണാർക്കാടും ചെറുപ്പുഴശ്ശേരി എന്നല്ല ഈ ദാരിദ്ര്യം. ആദിവാസി മേഖലകളിലാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാലക്കാട് ജില്ലയുണ്ട്, മലപ്പുറം ജില്ലയുണ്ട്, കോഴിക്കോട് ജില്ലയുണ്ട്, വയനാടുണ്ട്, ഇടുക്കി. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം പോയിരുന്ന ഒരാളാണെന്ന് പറയുന്ന കാര്യം. ആദിവാസികളുടെ കാര്യം ഒന്നും കട്ടപ്പുകയാണ്. നവജാത ശിശുക്കളും മരിക്കുന്നു, ഗർഭസ്ഥ ശിശുക്കളും മരിക്കുന്നു. ഇതൊന്നും ഇപ്പൊ ചെറിലാക്കി കുടിച്ചിട്ടോ അല്ലെങ്കിൽ ബോൺവിറ്റ കുടിച്ചിട്ടൊന്നും അല്ല. കാരണം പട്ടിണി തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഇത് മാറ്റാതെ ശ്രമം നടത്തുക. പക്ഷെ ഈ വലിയ ഇത് പറയുന്ന പോലെ അധികാരത്തിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് വരുന്നത്. ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ഒരു കള്ളായിട്ട് കണ്ടാൽ മതി, എത്ര കണ്ടുള്ളൂ.
ശരി, ഹലോ, താങ്കളുടെ- കട്ടിയല്ലേ പറഞ്ഞോളൂ. ആ, നമ്മുടെ പിന്നെ കേരളത്തിന്റെ 69ാം പിറന്നാളാണല്ലോ ഇന്ന്. 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചത്. 2016 ചിലർ പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ. ഒരു പിന്നെ എന്താ പറയാ, ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യരായി ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെന്ന് ആശംസിക്കണം. ശ്രീ ക്രിസ്റ്റഫറാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ ക്രിസ്റ്റഫർ, ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാന പ്രഖ്യാപനം എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അതിനെ വളരെ ഗൗരവമായി തന്നെ ഹലോ, കേൾക്കാമോ? കേൾക്കാൻ, പറഞ്ഞോളൂ. ഓക്കെ. അത് ആ പ്രഖ്യാപനത്തെ വളരെ ഗൗരവമായി തന്നെ കാണുന്ന കൂട്ടത്തിലാണ് ഞാൻ. കേരളം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന്റെ അതേ ഫോക്കസിൽ തന്നെയാണ് ഞാനും കാണുന്നത്. കാരണം താങ്കൾ ക്രിസ്റ്റഫർ, താങ്കളുടെ തൊട്ടു മുമ്പ് പറഞ്ഞ ആൾ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഈ കേരളത്തിലെ ആദിവാസി മേഖലയിലെയൊക്കെ അവസ്ഥ, ഇപ്പോഴും പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ഒരു നാട്ടിൽ ശ്രമം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആ ശ്രമം കൊണ്ട് അതിദാരിദ്ര്യ മുക്തമായി എന്നൊക്കെ പറയുന്നത് കടന്ന കൈയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇതിനകത്ത് താങ്കളും ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സത്യം എന്താണെന്ന് അറിയാവുന്നവരാണ് നിങ്ങൾ. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷി കൂടുതലാണ് നിങ്ങൾക്ക്. അതെങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. ദാരിദ്ര്യവും ഈ അതിദാരിദ്ര്യവും രണ്ടായി കാണേണ്ടതുണ്ട് എന്നുള്ളത്. ഇതിനെ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാനത് വ്യക്തമാക്കി തരാം. എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാനത് വ്യക്തമാക്കി തരാം. കാരണം ദാരിദ്ര്യം എന്ന് പറയുന്നത് പോലും നമ്മളിപ്പോ ചില ആളുകൾ ചില ചെറിയ വീടുകൾ, പൊളിഞ്ഞ വീടുകൾ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ദാരിദ്ര്യമാണ് എന്നുള്ളതാണ്. അതേ ദാരിദ്ര്യമാണ്. പക്ഷെ അവർ ചിലപ്പോൾ അതിദാരിദ്ര്യത്തിൽ പെടില്ല. കാരണം ആ വീട്ടിൽ അധ്വാനിച്ച് കുടുംബം പോറ്റാൻ ശേഷിയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാള് അതിദാരിദ്ര്യത്തിൽ പെടില്ല. പക്ഷെ അതിദാരിദ്ര്യത്തെ കണ്ടെത്താനുള്ള പരിപാടി കേരളം തുടങ്ങി വെച്ചത് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കണക്കെടുപ്പിന്റെ ഭാഗമായി. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബീഹാറാണ്. അവിടെ ഇപ്പം എത്രയോ ലക്ഷം കോടി രൂപയുടെ അമ്പലം പണിയാൻ പോകുന്നത്. പക്ഷെ കേരളത്തിൽ 0.71% മാത്രം ഉണ്ട് എന്ന്, ദരിദ്രരുണ്ടെന്ന് കണ്ടെത്തിയത് കേന്ദ്ര സർക്കാരാണ്. ആ കണ്ടെത്തലോടുകൂടി ഇവിടെ ദരിദ്രരുണ്ടാകാൻ പാടില്ല എന്നുള്ള ഇച്ഛാശക്തിയുള്ള സർക്കാർ അതില്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. അത് അന്ന് തന്നെ ഈ 2021 ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ സർക്കാർ പറഞ്ഞിരുന്നു 2025 നവംബർ 1 അതിന്റെ പ്രഖ്യാപനം നടത്തുന്ന രീതിയിലുള്ള പരിപാടികൾ ഇത് അതിദരിദ്രരെ കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുമെന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇലക്ഷന് മുമ്പ് എന്തോ നാടകം കളിക്കുന്നു എന്ന് വ്യാപകമായി. അവിടെ തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ അതിദരിദ്ര ആ ജീവിതത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി സർക്കാർ പരിശ്രമിച്ചില്ല എന്നല്ല ഈ ആരോപണങ്ങൾ ഉയരുന്നത്. അത്തരം പരിശ്രമങ്ങളൊക്കെ സർക്കാർ നടത്തിയിട്ടുണ്ട്. മുമ്പും പല സർക്കാരുകളും അത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ സർക്കാർ ചിലപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറി എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ഒത്ത ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ടോ? അവിടെയാണ് ഗൗരവമായ ചോദ്യങ്ങൾ ഉയരുന്നത്. തീർച്ചയായും ഞാനിത് പറയുന്നത് ഈ കേരളം ഭരിക്കുന്ന സർക്കാർ മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കണക്ക് എടുത്തുകൊണ്ട് അത് ജനങ്ങളിലേക്ക് ഇത്ര പേരെ കണ്ടെത്തി ആ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നു എന്ന് പറയല്ല ചെയ്തത്. കേരളത്തിനകത്ത് ഏകദേശം 4 ലക്ഷത്തോളം വരുന്ന സന്നദ്ധ പ്രവർത്തകരെ ഇതിന്റെ കണക്കെടുക്കുവാൻ വേണ്ടി ഓരോ പഞ്ചായത്തിലും, ഓരോ വാർഡിലും, ഓരോ തെരുവിലും നടന്ന് കണ്ടുപിടിക്കപ്പെട്ട ആളുകളാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ കൊച്ചു ചെറ്റ വീടിന്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിനകത്ത് താമസിക്കുന്ന വീട്ടിലെ ആളുകൾക്ക് ചിലപ്പോൾ അതിദരിദ്രരായിരിക്കും. കാരണം ആ വീട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ ശേഷിയുള്ള ഒരാളില്ലാതിരിക്കുക, ആ വസ്തുവോ വീടോ കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത നിലയിൽ കേസിൽപ്പെട്ട് കിടക്കുക, ആ വീട്ടിൽ ആരോഗ്യമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഭർത്താവ് കിടക്കുന്നതുകൊണ്ട് അയാളെ സംരക്ഷിക്കാൻ, തൊഴിലിന് പോകാൻ കഴിയാതെ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി വീട്ടിലിരിക്കേണ്ടി വന്നാൽ, ആ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് വീടുള്ള അതിദരിദ്രനും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും ചെറ്റ വീട് കാണിച്ചുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാത്ത സ്ഥലമാണ് കേരളം എന്നല്ല, ദരിദ്രരും അതിദരിദ്രരെയും കണ്ടെത്താൻ വേണ്ട മാനദണ്ഡം സർക്കാർ മുന്നോട്ട് വെക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിന്റെ ഗൗരവമായി തന്നെ അത് കണ്ടുകൊണ്ട് അതിനെ വിജയനാണ് കൊല്ലത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം. ഇപ്പം കൊല്ലത്ത് നിന്ന് 3ാമത്തെ ആളാണ് വിളിക്കുന്നത്. ശരി, കൊല്ലംകാരൊക്കെ കൂടുതൽ പേര് വിളിക്കുന്നത് സന്തോഷം. ഞാനും ഒരു കൊല്ലം ജില്ലക്കാരനാണ്. ആദ്യം പറഞ്ഞ ആള് പറഞ്ഞത് ഇവിടെ ഒരു മനുഷ്യനും പദ്ധതി കിടക്കുന്ന ആളില്ല. ഇവിടെ മഞ്ഞക്കാടിന്റെ ഞാൻ താമസിക്കുന്ന എന്റെ ചുറ്റുവട്ടത്ത് ഞാൻ കാണുന്നത് മഞ്ഞക്കാടിന്റെ ഉടമകൾ ഒരുപാട് പേരുണ്ട്. അതിന് ഇല്ല ഈ മഞ്ഞക്കാടിന്. ശ്രീ വിജയൻ, പട്ടിണി കിടക്കുന്ന മഞ്ഞക്കാടിന്റെ ഉടമകൾ എല്ലാവരും പട്ടിണി കിടക്കുന്നവരൊന്നുമല്ല. ഉദയം പറഞ്ഞത് പട്ടിണി കിടക്കുന്ന ആ പട്ടിണിയുടെ ഒരു അർത്ഥത്തിൽ, വാച്യാർത്ഥത്തിൽ പറഞ്ഞാണ്. അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ എണ്ണം അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പാർപ്പിടവും ഇല്ല.
പാർപ്പിടവും ഇല്ല, എത്രയോ പേര് അതൊക്കെ ഉണ്ട് അതെല്ലാം എപ്പോഴും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും അടുത്ത നേരത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അതിന്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ വില്ലേജിൽ തന്നെ ഒരു 6 പേരെ എടുക്കാൻ സാറേ ഈ പറഞ്ഞ കണക്കിന്. താങ്കൾ ഏത് വില്ലേജാണ്? എന്റെ തൃക്കടവൂർ വില്ലേജ്. ഏതാണ്? ചിറക്കടവ്? തൃക്കടവൂർ. ഓക്കെ. അത് നമുക്ക് പറയുന്നതിന് നാണക്കേടുണ്ട്, എന്നാലും പറയാതെ സാറ് ചോദിച്ചോണ്ട് ഞാനങ്ങ് പറഞ്ഞ, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഞാനങ്ങ് പറഞ്ഞത്. പറയുന്നതൊരു മോശമില്ലേ നമ്മുടെ വില്ലേജ് അങ്ങനെ ആണെന്ന്. പക്ഷേ ഇത് ശരിക്കും PR വർക്ക് തന്നെ എന്റെ നിഗമനം. ശരി, ശ്രീ വിജയനാണ്. ചില യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തി ഒരു അല്പസമയം ഒന്ന് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ചില കമൻറ്റുകൾ വായിക്കാത്തതിന് കമൻറ്റ് വായിക്കെന്നും പറഞ്ഞ് ആവർത്തിച്ച് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് എന്തിനും എതിർക്കുന്ന നിലപാട് നാടിനാപത്താണ് എന്ന് ഗൗതം എം പറയുന്നു. AK കൃഷ്ണൻകുട്ടി പറയുന്നു ന്യൂസ് 18 ഇതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരെ അറിയിക്കണമെന്ന് പറഞ്ഞു. ശ്രീ AK കൃഷ്ണൻകുട്ടി, നമ്മൾ വിശദമായി തന്നെ നേരത്തെയൊക്കെ പകൽ സമയങ്ങളിലൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നും ഇന്നലെയും ഒക്കെ എടുത്തതാണ്. നാടിന് പുരോഗതി വേണം, നാടിൻ്റെ വികസനം വേണം, എന്തിനു എതിർക്കുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ ജൽപ്പനങ്ങളൊന്നും ജനങ്ങൾ ചവിട്ടി മുന്നോട്ട് പോകുമെന്നൊക്കെ ഗൗതം പറയുന്നു. സമന്വയ പറയുന്നു ദരിദ്രമുക്തമായത് ഒരു പ്രശസ്ത തറവാടാവും, റാൻ മൂളുന്ന കുറേ അടിമകളും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ സുനിൽകുമാർ പറയുന്നു സർവേ നടത്തുന്നതും പ്രഖ്യാപിക്കുന്നതുമെല്ലാം ഒരാൾ, സൃഷ്ടി സ്ഥിതി സംഹാരമെല്ലാം ഒരാൾ, വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്ന് പറയുന്നു. അതിദരിദ്രനായ ഒരാളെന്ന് പറഞ്ഞ് ആരെയും അവതരിപ്പിക്കാൻ ഒരു മാമാ ചാനലിലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം സർക്കാർ പറയുന്നത് സത്യം ആണെന്ന് തന്നെയാണ്. ശ്രീ AK കൃഷ്ണൻകുട്ടി, അങ്ങനെ കേരളത്തിലെ മാമാ ചാനൽ എന്നൊക്കെ പറയുന്നത് താങ്കളുടേതായ അഭിപ്രായങ്ങൾ പറയുന്നു, അതൊക്കെ താങ്കളുടെ അവകാശം. ഓരോരുത്തർക്കും അവരവരുടേതായ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാം. അതിദരിദ്രരാകെ ഇല്ലാതായിപ്പോയി കേരളത്തിൽ, ഇനി ദരിദ്രരില്ല എന്നൊക്കെ താങ്കൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. അതിദരിദ്രരായ, ജീവിക്കാൻ അടുത്ത നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത മനുഷ്യർ ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് എന്ന് കരുതി ഈ അതിദരിദ്ര മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി 66,000 പേരുടെ ജീവിതത്തിൽ മെച്ചമുണ്ടാക്കിയതിനെ നമ്മൾ തള്ളിപ്പറയുകയല്ല. അങ്ങനെ അവരുടെ ജീവിതം മെച്ചപ്പെട്ടു, അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സർക്കാർ ഇടപെടൽ നടത്തി, അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഇവിടുത്തെ പട്ടിണി അവസാനിച്ചു എന്നൊന്നും കടത്തി പറഞ്ഞു കളയരുത്. ഒരു സാമാന്യ ലോജിക്കിലും അല്ലെങ്കിൽ ഒരു ചുറ്റും കാണുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം താങ്കൾ അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ പറയാൻ. ശ്രീ സുനിൽകുമാർ പറയുന്നത് ഇനി BPL റേഷൻ കാർഡ് കുറേ ഇല്ലാതാകില്ല, അപ്പോൾ കേന്ദ്രം 2 രൂപയ്ക്ക് കൊടുക്കുന്ന അരിയൊന്നും ഇനി കിട്ടില്ലായിരിക്കും, അപ്പോൾ ഇവരെന്തോ ചെയ്യും, പ്രഖ്യാപനം നടത്തിയാൽ വയറ് നിറയില്ലല്ലോ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. മറ്റേത് ഇവർ തമ്മിലുള്ള ചില തർക്കങ്ങളൊക്കെയാണ്. കോൺഗ്രസ് എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും തൽക്കാലം മറ്റ് വായിക്കാത്ത ചില കമൻറ്റുകൾ കൂടി വായിക്കാം. കഷ്ടപ്പെട്ടായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അതിദരിദ്രർ അല്ല, കഷ്ടപ്പെടാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ജോവ ചോദിക്കുന്നു. ശ്രീ ജോവ, അങ്ങനെ കഷ്ടപ്പെടാൻ ശേഷിയില്ലാതെ, മനുഷ്യന് അധ്വാനിക്കാൻ ശേഷിയില്ലാതെ അല്ലെങ്കിൽ അധ്വാനിക്കാൻ ശേഷി ഉണ്ടായിട്ടും അതിന് കഴിയാത്ത അവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എത്രയോ പേർ അമ്മയും അല്ലെങ്കിൽ പലതരത്തിൽ വൈകല്യം, ഏതെങ്കിലും ശാരീരിക ശേഷിയിലും മാനസിക ശേഷിയിലും ഒക്കെ വ്യത്യസ്തതയുള്ള മക്കളൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ അത്തരം അച്ഛനമ്മമാരുള്ളവർ, മറ്റ് വകുപ്പ് ജീവിക്കാൻ വേറെ ഏതെങ്കിലും ഒരു തൊഴിലിന് പോകാൻ കഴിയാത്തവർ, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള മനുഷ്യരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ ഒരുപാട് പേർ ഇപ്പോഴും ഉണ്ട്. അത് എണ്ണം കുറവാണെങ്കിലും അതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നുള്ള ചോദ്യമൊന്നും അവർക്ക് ജീവിതത്തിലൊരിക്കലും അവർക്ക് ഉത്തരമാവില്ല എന്നതുകൂടി നമ്മൾ അറിയണം. പിന്നെ അരുൺകുമാർ പറയുന്നു ബ്രൂവറി വരുന്നുണ്ട്, പിന്നെ പട്ടിണി മാറുമെന്നൊക്കെ പറയുന്നു. ശ്രീ അരുൺകുമാർ, ബ്രൂവറി വരുന്നതോ അല്ലെങ്കിൽ നാട്ടിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേത് കാര്യം വികസനം നടക്കുന്നതോ ഇതുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ഇതെല്ലാം പറയുന്ന എല്ലാ വികസനങ്ങളുമുള്ള വികസിത രാജ്യങ്ങളടക്കം പട്ടിണിക്കാരായ മനുഷ്യർ, ഭക്ഷണത്തിന് വകയില്ലാത്ത മനുഷ്യരൊക്കെ അവിടെയും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേരല്ല, ഇതെല്ലാം മാറ്റിയിട്ടേ മറ്റേ ഒരു ഭാഗത്ത് വികസനം നടക്കൂ എന്നൊന്നും അല്ല ഒരു സർക്കാരിന് ചെയ്യുന്നത്. രമണൻ CK, അങ്ങനെ അതിദരിദ്രരെ കണ്ടെത്താൽ സാർ പഞ്ചായത്തിൽ അറിയിച്ചാൽ മതി എന്ന് പറയുന്നു. ദീപു ഗോപാൽ പറയുന്നു AY കാർഡുകാർ ഒരാളെ പോലും ഒഴിവാക്കിയിട്ടില്ല, അവരെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ പദ്ധതി നടപ്പാക്കി, അതുപോലെയുള്ളവരെ കണ്ടെത്തിയാൽ അവരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നു. ശരി, നമുക്ക് നേരത്തെ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ എങ്ങനെയാണ് ഈ അതിദരിദ്ര മുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തെ കാണുന്നത്? അല്ല, അതിന് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ പോകുന്നത്, അവിടെ ഒറീസയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ പറയുമ്പോൾ ഇത്രയും നെല്ലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം, ഉൽപ്പാദിപ്പിക്കുന്നവൻ തന്നെ പട്ടിണി കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു PR എക്സർസൈസ് മാത്രമായിട്ട് എന്തിനാ ഇങ്ങനത്തെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് കാലത്ത് ഞാൻ ഒരു മലയാളത്തിന്റെ സുപ്രഭാതം പേപ്പർ എടുത്ത് നോക്കി, അതാണെങ്കിൽ ഇടതുപക്ഷത്തെ BJP ഒക്കെ കുറ്റം പറയാൻ നോക്കിയിരിക്കുക. അതിന്റെ മുൻവശത്തെ പേപ്പർ തന്നെ ഫുൾ പേജാണ് നമ്മുടെ മുഖ്യമന്ത്രി നിൽക്കുന്നതായിട്ടൊരു അഡ്വർടൈസ്മെന്റ്. ഈ അഡ്വർടൈസ്മെന്റിന്റെ കാശുണ്ടെങ്കിൽ മതിയല്ലോ വേറെ പല കാര്യത്തിനും ചെയ്യാനായിട്ട്. ആശുപത്രികളിൽ സാധനമല്ല ചികിത്സിക്കാൻ വരുന്നവന്റെ അടുത്ത്.
ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, മനുഷ്യന് വേറെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. അല്ല, ഭക്ഷണം മാത്രം നോക്കിയല്ല ഈ അതിദരിദ്രരെ കണ്ടെത്തിയത്. അവരുടെ ആരോഗ്യസ്ഥിതി, അവരുടെ വാസയോഗ്യമായ വീട്, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം 4 ഘടകങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. അതെ, അത്ര പേരാണ് ഇവിടെ സർജറി ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ വെയിറ്റിംഗ് ക്യൂവിൽ നിൽക്കുന്നു. എല്ലാവർക്കും ഈ 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾ, പഞ്ചനക്ഷത്ര ആസ്പത്രികളിലൊക്കെ ചെന്ന് കിടക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇതൊന്നും പബ്ലിസിറ്റി കൊടുത്ത് വേറെ ആ കാശും കൂടി എടുത്ത് ഇതിന് ചെലവാക്കാം, ഇത് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് മറ്റുള്ള സംസ്ഥാനങ്ങൾ, ബീഹാർ എന്നൊന്നും പറയരുത്. ഇതൊക്കെ പഴയ കാലത്ത് AKG, EMS, ക്രിസ്ത്യൻ മിഷണറീസ്, തിരുവിതാംകൂർ രാജകുടുംബം, അങ്ങനെ പലരുമായിട്ട് ഉണ്ടാക്കിയ ഒരു പുരോഗതിയാണിത്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ കാണിച്ച് ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ശരി, ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ ആ പറഞ്ഞ കൂട്ടത്തിൽ ഈ പറഞ്ഞവരെല്ലാം ഇതൊന്നും ചെയ്തില്ല എന്നല്ല പറയുന്നത്, അവരെല്ലാം സംഭാവന ഉണ്ട്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു സ്വതന്ത്ര കേരളത്തിലുണ്ടായ സർക്കാരുകൾ വരുത്തിയ മാറ്റങ്ങളുടെ സംഭാവന വെച്ച് നോക്കുമ്പോൾ മറ്റതിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന സംഭാവനകൾ നടത്തിയിട്ടുള്ളവരാണ്. ശരി, ഓക്കെ. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കളുടെ പാർട്ടി പറയുന്നത് ഇതൊരു ശുദ്ധ തട്ടിപ്പാണ്, PR എക്സർസൈസ് ആണ് എന്നൊക്കെയാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ പറയുന്നത് കേരളത്തിലെ ഞങ്ങൾ കൃത്യമായി കഴിഞ്ഞ 4 വർഷമായി കണക്കെടുത്തു, നിങ്ങൾ കൂടി ഭരിച്ച എത്രയോ പഞ്ചായത്തുകൾ ഈ പദ്ധതിയിൽ പങ്കാളികളായി, നിങ്ങൾ കൂടി ചേർന്ന് നടപ്പാക്കിയ ഒരു പദ്ധതിയെ ഇപ്പോൾ പ്രഖ്യാപനം വരുമ്പോൾ തള്ളിപ്പറയുന്നതിന് എന്തർത്ഥമാണുള്ളതെന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് മറുപടി പറയുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരം. ഞങ്ങളുടെ മുന്നണിയും ഞങ്ങളുടെ നേതാക്കളും പറയുന്നത് കൃത്യമായുള്ള കാര്യം തന്നെയാണ്. ഇതൊരു PR വർക്കിലൂടെ കുറെ പൈസ ചെലവാക്കി മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും വലുതാക്കി കാണിക്കുന്നു. ദരിദ്രന്മാരുടെ കണക്കുകളും ലിസ്റ്റുകളും കിരൺ എന്റെ അടുത്ത് പറഞ്ഞ വാട്സപ്പ്, ഫേസ്ബുക്ക്, എന്റെ ഏരിയയിൽ, ഞാൻ കൊല്ലം ജില്ലയിൽ ഇരവിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്, വടക്കേവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. ഇപ്പം 2 പേര് പറഞ്ഞതുപോലെ എനിക്ക് പറയുവാനുള്ളത്, 3 സമയം ഫുഡ് കഴിക്കുന്നവരല്ല ദാരിദ്ര്യരേഖ. എന്ത് മാനദണ്ഡമാണ് ഇവരുടെ ഈ സർവേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ ബിനോയ്, അത് കഴിഞ്ഞ 4 വർഷമായി 2021 തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. അത് പഞ്ചായത്ത് തലത്തിലൊക്കെ ആളുകൾ, ഏകദേശം 3-4 ലക്ഷത്തോളം വരുന്ന ആളുകളൊക്കെ സർവേ നടത്തി. അത് പഞ്ചായത്തിൽ എത്രയോ തവണ ഗ്രാമസഭകളിലൊക്കെ ചർച്ച ചെയ്തൊക്കെ എടുത്ത്, അന്നെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളും കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർമാരും എല്ലാം ഇതിനോട് സഹകരിക്കുകയും അവരുടെ കൂടി പ്രവർത്തന ഫലത്തിൻ്റെ ഒരു നേട്ടമാണ് ഇപ്പോൾ സർക്കാരിന് വന്നിരിക്കുന്നത്. അത് പറയുന്നതിന് പകരം ഏറ്റവും അവസാനം പ്രഖ്യാപിക്കുമ്പോൾ അന്നൊക്കെ ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ. അല്ല, ഞങ്ങളുടെ അവിടെ കുറെ SC/ST കോളനികളുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കിരണെ ഞാൻ അവിടെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു തരാം. അപ്പോഴാണല്ലോ കാണിച്ചു തരാം എന്ത് മാനദണ്ഡത്തിലാണോ. ഞങ്ങൾ പലരും പല രീതിയിൽ ഇപ്പോഴും സഹായിച്ചുകൊണ്ട് പറയുന്നതല്ല, അവരുടെ ഒന്നും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും ശരിയല്ല പറയുന്ന കാര്യം. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ദാരിദ്ര്യ കുറവുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള അതിദാരിദ്ര്യരില്ലാത്ത സ്ഥലമല്ല നമ്മളുടെ കേരളം എന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാരണമുണ്ടോ? പക്ഷേ ദാരിദ്ര്യർ ഒരുപാടുള്ള സ്ഥലമാണ് എന്റെ കൊല്ലം ജില്ല. എന്റെ കൊല്ലം ജില്ലയിലുള്ള ഒരുപാട് SC/ST കോളനികളുണ്ട്, മലയോര പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ എന്റെ കൂടെ വന്നാൽ ഞാൻ ഒരു 1000 പേരെ എടുക്കുമ്പോൾ ഒരു 100 പേരെ. ശരി, ഓക്കെ. എന്തായാലും ഇതിന്റെ പദ്ധതികളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ കൂടി പൊതുപ്രവർത്തകരായ താങ്കളൊക്കെ ഇടപെടേണ്ടതായിരുന്നു. അന്നൊക്കെ മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴല്ല പറയേണ്ടത്. പഞ്ചായത്തുകളുടെ നോക്കിയല്ലോ ദാരിദ്ര്യം തീരുമാനിക്കുന്നതാണോ? അതെ, പഞ്ചായത്ത് തലത്തിലാണ്, വാർഡ് തലത്തിലാണ് ഇതിന്റെ സർവേ നടന്നത്. വാർഡ് തലത്തിൽ തീർന്നെങ്കിൽ ഇവിടെ വോട്ടുള്ള എത്ര പേരുണ്ട് ബഹുമാനപ്പെട്ട കിരൺ? ഇവിടെ വോട്ട് ചെയ്യുന്ന എത്ര വോട്ടർമാരുണ്ട്? നമ്മൾ 3 കോടി 70. അതല്ല, വോട്ട് ചെയ്യുന്നവരെ നോക്കിയല്ലോ. ഇത് പഞ്ചായത്ത് 4 വർഷമായി തുടർന്നൊരു പ്രക്രിയയല്ലേ. അപ്പോൾ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണ്ടേ? അല്ലല്ല, പഞ്ചായത്തിലുള്ളത് അവര് അതിന്റെ താരതമ്യം എടുക്കുന്നത് വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചാണ് അവർ പഞ്ചായത്ത്. ശരി, എന്തായാലും ശ്രീ ബിനോയ്, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ വിലയിരുത്തുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാല് ദാരിദ്ര്യം പണ്ടത്തേൽ നിന്നും കുറെ കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തീർച്ചയായും ഉണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ദാരിദ്ര്യത്തിന്റെ അളവിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ശരിയാണ്. പക്ഷെ ഈ റേഷൻ കാർഡിന്റെ കാര്യത്തില് ഇവിടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ പലർക്കും ഈ പാവങ്ങൾക്ക് വെള്ള കാർഡാണ് കൊടുത്തിട്ടുള്ളത്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അത്തരം വിഷയങ്ങളൊക്കെ എത്രയോ കാലമായിട്ടുള്ളതാണ്. നമുക്ക് തൽക്കാലം ഈ വിഷയത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് പറയും? ഈ വിഷയത്തിൽ അതിദാരിദ്ര്യം
ഇടുക്കി, വയനാട്, പാലക്കാട് മേഖലകളിൽ ദാരിദ്ര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ട് നിന്നിട്ടില്ല. അത്രേ എനിക്ക് ശരി, പറയാനുള്ളൂ. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ സംസാരിച്ച ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തെ കാണുന്നത്? അതൊരു PR എക്സർസൈസ് ആണോ, അതോ ഇനി സർക്കാർ പറയുന്നത് വസ്തുതാപരമാണോ? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഈ നമ്മുടെ ഈ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും അവരുടെ കഴിവിനും അറിവിനും അനുസരിച്ച് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് ഈ ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തെക്കാളും നന്നായിട്ടായിരുന്നു ഈ കഴിഞ്ഞു പോകാൻ പോകുന്ന ഈ 4.5 വർഷം. ഇനി അടുത്ത വരുന്ന ഗവൺമെന്റ് പുതിയ പുതിയ പദ്ധതികൾ നടപ്പാക്കും. ഇതൊരു പ്രോസസ്സാണ്, ഇത് സാധാരണ നടക്കുന്നതാണ്. ചിലർ പ്രത്യേക ഉത്സാഹത്തോട് കൂടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കും. അത് എല്ലാം എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പോയിന്റ് എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ധാരാളം ഈ ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന് ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു VIP ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ ചുരുങ്ങിയത് ഒരു 30,000-40,000 രൂപയെങ്കിലും ചെലവാകുണ്ടാവും. ഒരു മിക്കവാറും ഒരു VIP-ക്ക് 3-4 പരിപാടികൾ ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ 1 ലക്ഷം രൂപയെങ്കിലും ഒരു ദിവസം ഒരു VIP ചെലവാക്കുണ്ടാവും. അപ്പൊ ഈ ഒരു 50 VIP ഉണ്ടാവും നമ്മുടെ നാട്ടിൽ മിക്കവാറും പ്രസിഡന്റ്. അത്തരം വാദങ്ങളൊക്കെ ഈ നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ്, എന്തിനാണ് ഉത്സവത്തിന് പണം ചെലവാക്കുന്നത്? ആ പണം കൊണ്ട് നിങ്ങൾക്ക് മറ്റു ചികിത്സയുള്ളവരെ ചികിത്സിച്ചൂടെ? അത് അത്തരം കാര്യങ്ങളൊക്കെ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ സമൂഹത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കും. ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ എല്ലാം അതിനൊക്കെ ഒരു അമിതമായ ചെലവിലേക്ക് വന്നാൽ നിയന്ത്രണം വേണമെന്നതിനപ്പുറത്തേക്ക് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സമൂഹം മുന്നോട്ട് വന്നാൽ അതൊരു ഉട്ടോപ്യൻ ഐഡിയ എന്നൊക്കെ പറയും. അതൊരിക്കലും യാഥാർത്ഥ്യമാകുന്ന ഒരു ഐഡിയ അല്ല. താങ്കളുടെ വീട്ടിൽ ഒരു കല്യാണം നടത്തുമ്പോൾ ഈ ചെലവ് പൂർണ്ണമായും കുറച്ച് എന്തിനായി അങ്ങനെ താങ്കൾക്ക് ആ കല്യാണത്തിന് ചിലവേ വേണ്ട, അതുകൊണ്ട് മറ്റൊരു പാവപ്പെട്ടവരെ സഹായിച്ചുകൂടെ? നിങ്ങൾ ഒരുപാട് ആർഭാടപൂർവ്വം നടത്തുന്നെങ്കിൽ ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു സന്തോഷത്തിന് അവർ ചിലപ്പോൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം കൂടി ചേരുന്നതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അതെ, സമ്മതിച്ചു. എല്ലാ രാജ്യത്തും ഇങ്ങനെയല്ല. ഞാനൊരു വിദേശ രാജ്യത്ത് 20 വർഷം ജോലി ചെയ്തിരുന്നു. അവിടെ ഇങ്ങനെ ഉദ്ഘാടനങ്ങളൊന്നുമില്ല. മന്ത്രിമാർ കൃത്യമായിട്ട് രാവിലെ ഓഫീസിൽ വരും, ജോലി സമയം കഴിഞ്ഞ് ജോലിക്കാർ പോകുന്ന സമയത്ത് തിരിച്ചു പോകും. കൃത്യമായിട്ട് അത്തരം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടില് ഈ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇവര് വിദേശത്തൊക്കെ പോയി കാണുന്നുണ്ടല്ലോ, അറിയണ്ടല്ലോ, അതൊക്കെ പകർത്താവുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, അതൊക്കെ തികച്ചും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് ശ്രീ പ്രസന്നൻ പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയും പകർത്തേണ്ടത് തന്നെയാണ്. ശ്രീ ഷാലി അബൂബക്കറാണ്, ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ഷാലി അബൂബക്കർ, ഈ ദുബൈയിലിരിക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായെന്നുള്ള പ്രഖ്യാപനം എങ്ങനെയാണ് താങ്കൾ അതിനെ ഒരു നല്ല പ്രഖ്യാപനമായിട്ടാണോ അതോ ഒരു PR എക്സർസൈസ് ആയിട്ടാണോ കാണുന്നത്? വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ കൂടെയാണ് ഓരോ മലയാളികളും കടന്നു പോകുന്നത്. ഒരു മൂന്നാം രാജ്യത്ത്, ലോകരാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഭരണാധികാരികൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഈ ഇപ്പോഴത്തെ മാത്രമല്ല, കാലമായിട്ട് വന്നിരുന്ന ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ആ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു തേർഡ് വേൾഡ് കൺട്രിയിൽ കൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ലോകത്തുകൂടിയാണ് നമ്മളുടെയൊക്കെ ജീവിതം. അതിൻ്റെ ഉള്ളിൽ ഇത്തരം രീതിയിൽ ജനങ്ങളെ തെരഞ്ഞു പിടിക്കാനും അത് കണ്ടെത്താനും അതിദാരിദ്ര്യം ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പലരും സംസാരിക്കുന്നത് ചില കോളനികളിലൊക്കെ ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ കോളനിയിൽ ആളുണ്ടെങ്കിൽ ഇതിന്റെ എക്സസൈസ് എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്ത് പ്രസിഡന്റിനും ഉത്തരവാദിത്തമുണ്ട്, ആ കോളനിയിലെ വാർഡ് മെമ്പറിന് ഉത്തരവാദിത്തമുണ്ട്. അവരാണ് കണ്ടെത്തി കൊടുത്തിരിക്കുന്നത് ആരാണെന്ന്. അത് ഭരിക്കുന്നത് ഭരണപക്ഷമോ പ്രതിപക്ഷം എന്നൊന്നല്ല, എല്ലാവരും പങ്കെടുത്തൊരു പ്രോസസ്സ് കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പൊതുജനങ്ങൾക്കൊരു പ്രത്യേക രീതിയിൽ ഇതിലൊരു അവബോധം ഇല്ല എന്നുള്ളതാണ് ഇതിലൊരു സത്യം. കാരണം അതിദാരിദ്ര്യമാണ് ഇതിന്റെ പ്രശ്നം. ദാരിദ്ര്യം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വരുന്ന ദാരിദ്ര്യം, നമുക്ക് അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിൽ പണി കിട്ടിയില്ലെങ്കിൽ ദാരിദ്ര്യം തന്നെ. പക്ഷെ പണി എടുക്കാൻ പറ്റാതെയും ജീവിതത്തിന് മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതും അവരെ കണ്ടെത്താൻ കഴിയുന്നതും അത് അതിദാരിദ്ര്യം എന്നുള്ളത് തുടച്ചു നിൽക്കാൻ കഴിഞ്ഞതും വളരെ പ്രശംസ അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ 100% സാക്ഷരത എന്ന് പറയുന്നുണ്ട്. 100% സാക്ഷരത. ശ്രീ ഷാലി അബൂബക്കർ, നമുക്ക് ഏതാനും കമന്റുകൾ കൂടി വായിക്കാറുണ്ട്. മല്ലു എന്ന് പറയുന്ന ഒരു വ്യാജ പേരിൽ ഒരാൾ പറയുന്നു, അതിദാരിദ്ര്യം ഇല്ലാതാകണമെങ്കിൽ സ്ഥിരം വരുമാനം ഉണ്ടാകണം, അതിന് തൊഴിൽ വേണം. ഉണ്ടായിരുന്ന കമ്പനികൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പൊട്ടിച്ച് സർക്കാർ ജനങ്ങളുടെ നികുതി പണം എടുത്ത് പട്ടിണി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. ജനങ്ങളുടെ നികുതി പണം എടുത്തല്ലാതെ പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടി പ്രത്യേകം പണം അടിക്കാൻ കഴിയുമോ? ശ്രീ മല്ലു എന്ന വ്യാജ പേരിൽ നിൽക്കുന്ന ആളെ
എന്തോ ഇതിലൂടെ കുറേ പേർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടാകും അന്ന് എന്നല്ല ദാരിദ്ര്യമില്ലാതാകില്ല. ഈ ആശയം USSRൽ പൊളിഞ്ഞു, രാജ്യം തന്നെ വിഘടിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ശ്രീ മല്ലു. ഷാജി ഭാസ്കരൻ പറയുന്നു, കോൺഗ്രസ്സുകാരല്ല ജയകുമാറെ പായസം ഉണ്ടാക്കുന്നത്, ജയകുമാറിനെയും പഠിപ്പിക്കില്ല, അപ്പോൾ പരാമർശം ആരെയും ഇടില്ല. മറ്റ് പിന്നെ ജയകുമാറുമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെയാണ് എന്ന് തോന്നുന്നു. ദീപു ഗോപാൽ പറയുന്നത് നേരത്തെ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് നേരത്തെ അദ്ദേഹം ഇവിടെ പറഞ്ഞതാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, ഇത് പൂർണ്ണമായും PR എക്സസൈസ് ആണ് എന്ന് പറഞ്ഞവരുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വലുതായിരുന്നു. ആ പരിശ്രമത്തെ അഭിനന്ദിക്കുകയും ഒപ്പം അതിദാരിദ്ര്യമുക്തമായി എന്നുള്ള പ്രഖ്യാപനം അല്പം കടന്ന് കൈയായി പോയി എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരും ഇതൊരു തുടർ പ്രക്രിയയിലൂടെ ഇത്തരമൊരു വലിയ നേട്ടത്തിലേക്ക് പോകണം എന്നെല്ലാം പറഞ്ഞ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു ഉണ്ടായത്. എന്തായാലും അല്പസമയത്തുള്ളിൽ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നിയമസഭയിൽ നടത്തി. സമയത്തിനുള്ളിൽ തന്നെ പൊതുവേദിയിൽ ഭരത് മമ്മൂട്ടി അടക്കമുള്ള നടന്മാർ പങ്കെടുക്കുന്ന ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു പൊതു പ്രഖ്യാപനം കൂടി ഉണ്ടാവുന്നു. ആ സമ്മേളനത്തിൻ്റെ തത്സമയ സംപ്രേഷണം കൂടി നമുക്ക് കാണാം. എന്തായാലും ഇന്നത്തെ പൊതുവേദി പൂർണ്ണമാവുകയാണ്. നാളെയും ഇതേ സമയം മറ്റു വിഷയവുമായി.